മാതൃവംശ പരമ്പരയിലെയും പിതൃവംശ പരമ്പരയിലെയും മുഴുവൻ പിതൃ ചൈതന്യത്തെയും ഞാൻ ഈ സന്നിധിയിലേക്ക് ആവാഹിക്കുന്നു. അങ്ങനെ മന്ത്രസഹിതമാണ് സമർപ്പിക്കേണ്ടത്. ഓം വസുരുദ്ര ആദിത്യ സ്വരൂപാൻ അസ്മത് ഉഭയവംശ പിതൃൻ ആവാഹയാമി സ്ഥാപയാമി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പീഠം വിരിച്ച ഇലയിലേക്ക് സമർപ്പിക്കുക. കൈയുടെ മുഴുവൻ അവിടെ സമർപ്പിച്ച് കൈ നനച്ച് വലതുഭാഗത്തുള്ള ഇലയിൽ നിന്ന് ഒരു പുഷ്പം എടുത്ത് പിതൃഭ്യോ നമ എന്ന് പറഞ്ഞ് ആവാഹിച്ച് വെച്ച സ്ഥലത്തേക്ക് സമർപ്പിക്കുക. പിതൃഭ്യോ നമ സമർപ്പിച്ച് ഒന്ന് കൈ നനച്ച് ഇപ്പൊ നമ്മളെ പിതൃ ചൈതന്യത്തെ നമ്മളെ ചൈതന്യവും വിഷ്ണുപാദത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുന്ന നമ്മുടെ പിതൃ ചൈതന്യവും യോജിപ്പിച്ച് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ ചൈതന്യം നമുക്ക് എല്ലാവിധ അനുഗ്രഹവും ചെയ്യാൻ വേണ്ടി നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ ആ ചൈതന്യത്തിന് നമ്മൾ ഉപചാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരു ലഘു പൂജാവിധാനത്തിൽ. അപ്പോൾ ആദ്യം ജലം, ചന്ദന, പൂവ് എന്നിവയാണ് കൊടുക്കേണ്ടത്. കയ്യിൽ ജലമെടുത്ത് ജലം സമർപ്പയാമി, അങ്ങനെ 3 പ്രാവശ്യം സമർപ്പിക്കണം. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ഇനി ചന്ദനം തൊട്ട് ജലം ചേർത്ത് സമർപ്പിക്കണം. ഗന്ധോദകം സമർപ്പയാമി, ഗന്ധോദകം സമർപ്പയാമി, ഗന്ധോദകം സമർപ്പയാമി. ഇനി ഒരു ജലം സമർപ്പിക്കണം. ജലം സമർപ്പയാമി. ഇനി പുഷ്പം, അരി എന്നിവ എടുത്ത് 3 പ്രാവശ്യം സമർപ്പിക്കാം. പുഷ്പാക്ഷതം സമർപ്പയാമി, പുഷ്പാക്ഷതം സമർപ്പയാമി, പുഷ്പാക്ഷതം സമർപ്പയാമി. സമർപ്പിച്ചു. വീണ്ടും 3 പ്രാവശ്യം ജലം സമർപ്പിക്കാം. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. അപ്പോൾ ആ ഉപചാരം കഴിഞ്ഞ് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. ഒരാളെ വിളിച്ചു വരുത്തി ഉപചാരം ചെയ്ത് ഒന്ന് ബഹുമാനിക്കുക. ആ വിളിച്ചു വരുത്തിയ ചൈതന്യത്തിന് നമ്മളൊരു ഭക്ഷണം നൽകേണ്ടതുണ്ട്. അതിന് ബലിക്കുകയിൽ അതിന് പറയുക കവ്യം എന്നാണ്. ആ കവ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരി, പഴം ഇതെല്ലാം മിക്സാക്കിയൊരു വസ്തുണ്ട്. അത് നമ്മൾ തീർത്ഥം കയ്യിലാക്കിയതിന് ശേഷം ആ ചോറ് അല്ലെങ്കിൽ ആ അരി നമ്മൾ ഉരുളയാക്കി എടുക്കുക. അത് മുഴുവൻ എടുക്കുക. അത് നമ്മൾ വലത് കൈയിലെടുത്ത് നേരത്തെ ചെയ്ത പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇടത് കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് കണ്ണടച്ച് നേരത്തെ വിചാരിച്ചവരെന്നെ വിചാരിക്കുക. എൻ്റെ മാതൃവംശ പരമ്പരയിലെയും പിതൃവംശ പരമ്പരയിലെയും മുഴുവൻ പിതൃ ചൈതന്യത്തിനും വേണ്ടി ഞാൻ ഈ പിണ്ഡ സമർപ്പണം നടത്തുന്നുവെന്ന് സങ്കല്പിച്ച് മന്ത്രസഹിതം സമർപ്പിക്കണം. ഓം മാതൃവംശേ മൃതായേ ച പിതൃവംശേ തഥൈവ ച ഗുരു ശ്വശുര ബന്ധൂനാം യേ ചാന്യ